ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് ഈ കുഞ്ഞിന് വേണ്ട ശ്യാമേ. വല്യേച്ചി, കുറെ ദിവസങ്ങളായിട്ട് ഞാൻ ശരിക്കും ആലോചിച്ചെടുത്ത തീരുമാനോ. അമ്മയോടും അച്ഛനോടൊക്കെ ഞാൻ ഇത് പറയുകയും ചെയ്തിരുന്നു. നിനക്ക് എന്റെ കൂടെ വരാൻ പറ്റുമോ ഇല്ലയോ? അത് പിന്നെ ഞാൻ വന്നാ മതിയോ? പിന്നെ എന്റെ കൂടെ ആര് വരും ശ്യാമേ? അമ്മയും അച്ഛനെ എനിക്ക് വിളിച്ചോണ്ട് പോകാൻ പറ്റുമോ? എന്റെ ഭർത്താവ് എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിതിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ലായിരുന്നു. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ. ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കാനാ മോളെ? പറയുമ്പോ എല്ലാവർക്കും എല്ലാം പറയാം, പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോഴാ അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാകുന്നത്. ശരിയാ, താളം തെറ്റിയ ജീവിതത്തിന് ബാധ്യതകൾ ഇല്ലാതിരിക്കുന്നതാ നല്ലത്. രോഹിത്തിനെ എന്നേ ഞാൻ മറക്കേണ്ടതാ. പപ്പി അച്ഛാന്ന് വിളിച്ചെന്റെ ഒറ്റ കാരണം കൊണ്ടല്ലേ ഞാൻ ഇപ്പോഴും ആ ബന്ധത്തിൽ കെട്ടുപണഞ്ഞ് കിടക്കേണ്ടി വരുന്നേ. നമ്മളെ തോൽപ്പിക്കാൻ വരുന്നവരെ നമുക്ക് തോൽപ്പിക്കണം വല്യേച്ചി. അതിനൊരു ബന്ധങ്ങളും നമുക്ക് മുന്നിൽ തടസ്സങ്ങളാവാൻ പാടില്ല. എനിക്കിപ്പോ ഒരു സഹായം ചെയ്തു തരാൻ നിനക്ക് കഴിയും. ബാക്കിയുള്ളവരെല്ലാം മേലാളന്മാരാണല്ലോ. ഇക്കാര്യത്തില് നീ എന്നെ സഹായിക്കില്ലേ? നീ എന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വരില്ലേ ശ്യാമേ? ഒരാളും വരില്ല. ഇക്കാര്യത്തിൽ നിന്നെ ഈ കുടുംബത്തുള്ള ഒരാള് സഹായിക്കില്ല. എടി, നീ ഒരു മനുഷ്യ സ്ത്രീ തന്നെ ആണോടി? എന്റെ വയറ്റിൽ തന്നെയാണോ നീ പറഞ്ഞത്? എന്റെ മക്കളുടെ കാര്യത്തിൽ ഒരിക്കൽ വല്ലാതെ അഹങ്കരിച്ചിട്ടുള്ളവളാ ഞാൻ. കഷ്ടപ്പാടും ദുരിതങ്ങളും കണ്ടു വളർന്ന എന്റെ മക്കള് ഒരിക്കലും തെറ്റായ ചിന്തകൾ ചിന്തിക്കില്ലെന്നും ജീവിതത്തെ പവിത്രതയോടെ കാണുമെന്നും അഹങ്കാരത്തോടെ പലരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സ്വന്തം വയറ്റി വളരുന്ന കുഞ്ഞിന്റെ മുഖം പോലും കാണാൻ ആഗ്രഹിക്കാതെ അതിനെ കൊന്നുകളയണമെന്ന് നീ ചിന്തിക്കാൻ തുടങ്ങിയ ആ നിമിഷമുണ്ടല്ലോ, അവിടെ മുതൽ നിന്നെ ഈശ്വരന് വേണ്ടാതായി. നീ ഈ 100 വട്ടം അതിനെ കൊല്ലണം കൊല്ലണം എന്ന് മുറവിളി കൂട്ടുന്നതെല്ലാം കേട്ട് കിടക്കുവാടി ആ പാവം നിന്റെ വയറ്റില്. അതെന്ത് തെറ്റാടി നിന്നോട് ചെയ്തത്? ഈ സമയമെന്ന് പറയുന്നത് ഹരിനാമ കീർത്തനം ചൊല്ലി കേൾപ്പിച്ച് നല്ല ബുദ്ധി ചൊല്ലിക്കൊടുക്കേണ്ട സമയാ. അതിനു പകരം നീ ചൊല്ലിക്കൊടുക്കുന്ന എന്താ? ഡോക്ടർമാരുടെ കത്തിയുടെ മൂർച്ചയുടെ കാര്യങ്ങള്. ഇടി, നീ പിന്നെ എങ്ങനെയാടി ഗുണം പിടിക്കുക? ഗുണം പിടിക്കണ്ട, അല്ലെങ്കിൽ തന്നെ എനിക്കെന്തിനാ ഇനി ഗുണം ഉണ്ടായിട്ട്? ഭർത്താവിന് വേണ്ട, ഭർത്താവിന്റെ വീട്ടുകാർക്കും വേണ്ട, കൂടെപ്പിറപ്പുകൾക്ക് പോലും വേണ്ട. എന്തിനു പറയുന്നു, ജന്മം തന്ന അച്ഛനും അമ്മയ്ക്കും വരെ എന്നെ വേണ്ട. ആർക്കും വേണ്ടത് ഞാൻ എന്തിനാ എന്നെ പോലെ ഭാഗ്യം കെട്ട ഒരു ജന്മത്തെ കൂടി ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്? അതിന്റെ ശാപം കൂടി എനിക്കിനി കിട്ടാനോ? എന്തെങ്കിലും ചെയ്യണമെങ്കിലേ ഇപ്പൊ ചെയ്യണം. അത് വളർന്നോണ്ടിരിക്കുക. വളർന്നോണ്ടിരിക്കുക മാത്രമല്ല, നിന്നെ ശരിക്കും അറിഞ്ഞോണ്ടിരിക്കുക.